ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രവാചകൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നല്ലവനായ ദൈവം ഒരുക്കിയ വൻ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, 18 വർഷമായി കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീയെ അവിടെ കാണുകയാണ്. അവൾ ദേവാലയത്തിൽ കടന്നു പോകുന്നുണ്ട്, പ്രാർത്ഥന കഴിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പ്രൈസലോ. എന്നാൽ ഒട്ടും നിവരുവാൻ കഴിയാത്ത അനുഭവം അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. ഇന്ന് ഓർക്കുക, നിനക്ക് നിവരുവാൻ കഴിയാത്ത അനുഭവമാണോ, നിനക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയാണോ? എന്നാൽ യേശു നിന്നെ സൗഖ്യമാക്കുവാൻ അവൻ ശക്തനായ ദൈവമാകിയ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഏത് സ്വന്തം ഭവനത്തിനുള്ളിൽ നിനക്ക് തല ഉയർത്തുവാൻ കഴിയാത്ത അനുഭവമാണോ, കൂട്ടുകാരുടെ നടുവിൽ, സ്വന്തം ദേശക്കാരുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ നിനക്ക് തല ഉയർത്തുവാൻ കഴിയാത്ത അനുഭവമാണോ? എന്നാൽ അവിടെ നിന്ദിക്കുന്നവരുടെ മധ്യം മാനിക്കുന്ന ഒരു വല്ലവനായ ദൈവമുണ്ടെന്ന് ഇന്ന് ഞാൻ ഈ പ്രവാദത്തിൽ വിളിച്ചു പറയുകയാണ്. പ്രൈസലോ. ഇവൻ 18 വർഷമായിട്ട് കൂനിയാണ്. പ്രൈസലോ. സഭയ്ക്കകത്ത് അവൾ നിന്നയാണ്, സഭയ്ക്കകത്ത് അവർ ആ ഭാരത്തോടെ അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ആ ഭാരത്തെ മാറ്റുവാൻ യേശു അവിടെ കടന്നു വരികയാണ്. പ്രൈസലോ. യേശു അവിടെ കടന്നു വന്ന ആ തന്നെ 18 വർഷമായിരിക്കുന്ന കൂനിയായിരിക്കുന്ന സ്ത്രീയെ യേശു തൊട്ടപ്പോ ആ നിമിഷത്തിനുള്ളിൽ അവിടെ കൂന് മാറുവാനിടയായി, അവൾ ചാടി എഴുന്നേൽക്കുവാനിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമേ, അവൻ നിന്റെ കൂനിനെ മാറ്റുവാൻ, നിന്നെ സൗഖ്യം തരുവാൻ, നിന്റെ ദേശത്തിന്റെ മധ്യ നിന്നെ മാനിക്കുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാകിയ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആമേൻ.